പ്രാർത്ഥനകളും ദിക്റുകളും കഴിഞ്ഞ് സ്വഹാബാക്കളോട് ഒത്തു നിൽക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വല്ല സ്വപ്നവും കാണാറുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുബഹ് നമസ്കാരത്തിന് ശേഷം സ്വഹാബികളിലേക്ക് തിരിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഹൽ റഅ അഹദും മിൻകും റുഇയ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? സ്വഹാബാക്കൾ കൊടുത്ത മറുപടി, ഇല്ല പ്രവാചകരെ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് രണ്ടാളുകൾ വന്നു, അവരെന്നെയും കൂട്ടി ചില വിശുദ്ധ ഭൂമിയിലൂടെ സഞ്ചരിച്ചു. പ്രവാചകന്മാരുടെ സ്വപ്നത്തെക്കുറിച്ച് നമുക്കറിയാം, അത് സത്യമാണ്. ബർസഖി ലോകത്തെ ചില കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ യാത്ര പോയ ഹദീത്താണത്, സുദീർഘമായ ഹദീത്ത്. ബർസഖി ലോകത്തെ ഒരുപാട് കാഴ്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ കാഴ്ചകളിൽ ഒരു കാഴ്ച ഇങ്ങനെയായിരുന്നു. ഒരാൾ മലർന്നു കിടക്കുകയാണ്. മറ്റൊരാളാവട്ടെ അയാളുടെ കയ്യിലുള്ള കൊളുത്തുകളുള്ള ഒരു കമ്പി എടുത്തുകൊണ്ട് അയാളുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം ആ മനുഷ്യന്റെ പിരടി വരെ വലിച്ചു കീറുകയാണ്. അതിനുശേഷം ആ മനുഷ്യന്റെ തൻ്റെ മൂക്കിന്റെ ഭാഗത്ത് നിന്ന് പിരടി വരെ വീണ്ടും അവന്റെ മുഖം വലിച്ചു കീറുന്നു. കണ്ണിന്റെ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ആ കൊളുത്തുകൊണ്ട്, ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് അയാളുടെ മുഖം വലിച്ചു കീറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. ഭയാനകരമായ കാഴ്ചയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് അവർ ചെയ്ത കുറ്റം, അവർ ചെയ്ത പാപം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് മറുപടി കൊടുക്കാതെ തുടർന്ന് യാത്ര പോവുകയാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട്, സുദീർഘമായ ഹദീത്തുകൾ ഇൻഷാ അല്ലാഹ് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാഴ്ചയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതു ശിക്ഷയാണ്, ഏതു തിന്മ ചെയ്തതിനാണ് അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഇന്നഹു റജുലു യഗ്ദൂ മിൻ ബൈതിഹി, അതൊരു മനുഷ്യനാണ്. അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഫയക്ദിബുൽ കദ്ബത തബ്ലുഗുൽ ആഫാഖ്, ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചക്രവാളത്തോളം, അല്ലെങ്കിൽ ആ മനുഷ്യൻ സഞ്ചരിക്കുന്നിടത്തോളം നുണകൾ പറഞ്ഞു പരത്തുന്നവനാണ്. അവന് പരലോകത്ത് കിട്ടുന്ന ശിക്ഷയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കളവ് പറയുന്ന ഒരാൾക്കുള്ള ശിക്ഷയാണ്. ഇത്രയും വേദനാജനകമായ, നമുക്ക് ഭീകരമായി തോന്നുന്ന ഈ ശിക്ഷയാണ് കളവ് പറയുന്നയാൾക്ക് പരലോകത്ത് ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സംസാരിക്കാനുള്ള കഴിവ് എന്നത്. നാം ഉദ്ദേശിക്കുന്നത് മനസ്സിലുള്ളത് പുറത്തേക്കു പറയുവാൻ നാവ് കൊണ്ട് പറയാനുള്ള കഴിവ് എന്നത്. സൂറത്തുർ റഹ്മാനിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്, അവനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അല്ലമഹുൽ ബയാൻ, തൊട്ടു ശേഷം പറഞ്ഞെന്തറിയോ, അവനെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചു. സംസാരിക്കാൻ പഠിപ്പിച്ചു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ലോകത്ത് മറ്റേതു ജന്തുവർഗത്തിനാണ് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയുക? ഈ സംസാരിക്കാൻ പടച്ച റബ്ബ് തന്ന അനുഗ്രഹമാകുന്ന നമ്മുടെ നാവിനെ, സംസാരശേഷിയെ സൽക്കർമ്മങ്ങളിൽ വിനിയോഗിച്ചാൽ, നന്മയുടെ വഴിയിൽ വിനിയോഗിച്ചാൽ അത് നമ്മുടെ സ്വർഗത്തിന്റെ താക്കോലായി മാറും. ഈ പടച്ച റബ്ബ് നമുക്ക് തന്ന നാവെന്ന അനുഗ്രഹത്തെ ചിന്മയിലേക്ക്, അക്രമത്തിലേക്ക്, കളവിലേക്ക്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നിടത്തേക്ക്, കുത്തുവാക്കുകൾ പറയുന്നിടത്തേക്ക്, പരിഹസിക്കുന്ന രൂപത്തിൽ നാവിനെ തിന്മയിലൂടെ കൊണ്ടുപോയാൽ അവന്റെ പര്യവസാനം അത് നരകത്തിലേക്ക് എത്തുമെന്ന ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു, മയ്യളുമല്ലി മാ ബൈന ലിഹ്യൈഹി, അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ സംരക്ഷിക്കുമെന്ന്, താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു തന്നാൽ അള്ളമല്ലഹുൽ ജന്ന, അവന് ജന്നയുണ്ട്, സ്വർഗമുണ്ടെന്ന് ഞാൻ ജാമ്യം നിൽക്കാം.
ഞാൻ ഉറപ്പു തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. ആ താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കാൻ കുറച്ചു പ്രയാസമാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ നാവ് നമ്മുടെ നരകത്തിന്റെ വാതിലുകൾ ഒരുപക്ഷെ തുറന്നു തന്നേക്കാം. ഇവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. നാവ് കൊണ്ടുള്ള തിന്മകളിൽ ഏറ്റവും ഗൗരവമേറിയ തിന്മ എന്നത് കളവ് പറയലാണ്. കളവ് പറയലാണ്. ഇല്ലാത്തത് പറയുക, കളവ് പറയുക എന്നത് അത് മനുഷ്യനെ അധർമ്മത്തിലേക്ക് എത്തിക്കും. ആ അധർമ്മമാകട്ടെ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഇയ്യാക്കും വൽ കദിബ്, നിങ്ങൾ കള്ളത്തെ സൂക്ഷിക്കണം കേട്ടോ, കളവ് പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, തീർച്ചയായിട്ടും കളവത അധർമ്മത്തിലേക്ക് എത്തിക്കുന്നു, തെമ്മാടിത്തരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു, ഫുജൂറിലേക്ക് എത്തിക്കുന്നു. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ആ അധർമ്മമാകട്ടെ യഹ്ദി ഇലന്നാർ, നരകത്തിലേക്ക് അവനെ എത്തിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്, മാ യസാലു റജുലു യക്ദിബു വയതഹറൽ കദിബ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ. ഒരു മനുഷ്യന് കളവ് പറഞ്ഞുകൊണ്ടങ്ങനെ നടക്കൽ, അവസാനം അള്ളാഹുവിന്റെ അടുക്കൽ അവനെ പെരും കള്ളനായി രേഖപ്പെടുത്തും. അങ്ങനെ അവൻ നരകത്തിന്റെ വഴിയിലേക്ക് കടന്നു ചെല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, മുനാഫിക്കിന്റെ ലക്ഷണമായി പറഞ്ഞ 3 അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളിൽ 4 അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുന്നത്. മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞത് സംസാരിച്ചോ അവൻ കളവ് പറയുമെന്നാണ്. ഈ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് മറ്റൊരാളെ കുറിച്ചല്ല, സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുക. ഞാൻ ഇതിലുണ്ടോ എന്ന നമ്മൾ ആലോചിക്കേണ്ടത്. സംസാരിച്ചാൽ കളവ് പറയുന്നവൻ. ആലോചിച്ചു നോക്കൂ, മുനാഫിക്കുകൾക്ക് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അവരെത്തുമ്പോ, അവര് കനത്ത ശിക്ഷയെ ഏറ്റുവാങ്ങുമ്പോ എന്തുകൊണ്ടവർ ശിക്ഷയെ ഏറ്റുവാങ്ങുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അവർ സംസാരിച്ചപ്പോൾ കളവ് പറഞ്ഞു എന്നുള്ളത്. നമ്മുടെ നാട് നമുക്കറിയാം, ഒരു ഇലക്ഷനിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കളവ് പറയാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. വെറുതെ ന്യായീകരിക്കാനും വ്യാജ വാർത്തകൾ പറയാനും അന്യനെ അപഹസിക്കാനും കുത്തിപ്പറയാനും എല്ലാം ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും, നമ്മൾ ഏതൊക്കെയാണെങ്കിലും, സ്ഥാനാർത്ഥിയാണെങ്കിലും, സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും, വെറും ഒരു പൗരൻ മാത്രമാണെങ്കിലും, അവിടെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വ്യാജ വാർത്തകൾ പടർത്തുക എന്നത് ഇസ്ലാമിൽ ഗൗരവമായിട്ട് സംസാരിച്ച വിഷയമാണ്. തനിക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തൻ്റെ എതിർകക്ഷിയായിട്ടുള്ള ആളുകളെ അടിച്ചമർത്താൻ ഈ ലോകത്ത് പണ്ട് മുതലേ ഉള്ള ഒന്നാണ് അയാൾക്കെതിരെ വ്യാജ വാർത്തകൾ പടർത്തുക എന്നുള്ളത്. അത് വെറും ഒരു ഇലക്ഷനിന്റെ വിഷയത്തിൽ മാത്രമല്ല, അത് ദുനിയാവിലെ ഏതൊക്കെ മത്സര കേന്ദ്രങ്ങളിലും ഏതൊക്കെ മത്സര സാഹചര്യങ്ങളിലെല്ലാം അപരനെ അടിച്ചമർത്താൻ അവനിൽ ഇല്ലാത്തത് പറഞ്ഞു പരത്തുക എന്നത് മനുഷ്യരിലുള്ള ഒന്നാണ്. ഇത് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. ഇതിന് പലപ്പോഴും പലരും പറയാറുള്ളൊരു ന്യായം എന്തെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നില്ല, ഞാൻ അവിടെ നിന്ന് കേട്ടതാണ്, ഇന്നയാൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ അവിടെ ആ സോഴ്സിൽ നിന്ന് കേട്ടതാണ്, ഞാൻ കളവ് പറയുന്നില്ല, ഇന്നയാൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ന്യായീകരണം നടത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവൻ പറഞ്ഞു നടന്നാൽ തന്നെ ഒരാൾ കള്ളനാകാൻ അത് മദീനാണ്. അയാൾ കളവ് പറയുന്നവനാകാൻ അത് മദീനാണ്. ഞാൻ അവിടെ നിന്ന് കേട്ടു, എന്നോട് ഇന്നയാൾ പറഞ്ഞു, ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ഇന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു, അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യാജ വാർത്തകൾ ഇങ്ങനെ പടർത്തുമ്പോ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ എടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയെന്നറിയോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്തതിനെ നീ പിന്തുടരുത് കേട്ടോ. നിനക്കറിവില്ലാത്തൊരു വിഷയത്തിൽ നീ അതിന്റെ പിറകെ പോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് കാണാൻ കഴിയും സൂറത്തുൽ ഇസ്രാഇന്റെ 36-ാമത്തെ വചനത്തിലൂടെ. മാത്രമല്ല, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കൽപ്പനയുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന, നമ്മൾ ചിന്തിക്കേണ്ടുന്ന കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ,
നിങ്ങളുടെ അടുക്കലേക്ക് ഫാസിക്കായ അധർമ്മകാരിയായ ഒരു മനുഷ്യൻ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനൂ, നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം എന്നാണ്. ഒരു വാർത്തയുമായിട്ട് ഒരാൾ വന്നാൽ ശരി എനിക്ക് ഇന്നയാളിൽ നിന്ന് കിട്ടി, ഞാനത് ഇന്നയാൾക്ക് പകർന്നു കൊടുക്കുന്നു എന്നല്ല. ഒരു വാർത്ത കിട്ടിയാൽ അത് ശരിയാണോ എന്ന് അന്വേഷിക്കണമെന്നത് വിശ്വാസികളുടെ കടമയാണ്. വിശ്വാസികളോട് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. നിങ്ങൾ അത് ചെയ്യണം. അത് സത്യമാണോ എന്നറിയണം. നമുക്ക് ചിലപ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ അത് അവനെ പരാജയപ്പെടുത്താനുള്ള വലിയ ഒരു വടിയാണ്. അതെടുത്ത് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു ഷെയറും നമ്മളുടെ ഒരു ഫോർവേഡും ഒരു ബട്ടണിൽ അമർത്തുന്നത് ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. ഒരു 3 വട്ടമെങ്കിലും ആലോചിക്കാൻ കഴിയണം. ട്രോളുകൾ ഷെയർ ചെയ്യുമ്പോൾ, പ്രാങ്കുകൾ ഷെയർ ചെയ്യുമ്പോൾ, മറ്റൊരാളെ അപായപ്പെടുത്തുന്ന വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ, ലൈംഗിക ആരോപണങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇല്ലാത്തതായിരിക്കാം ഒരു പക്ഷേ നമുക്കിങ്ങനെ തോന്നാൻ. നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ ബോധം കൊണ്ട് നമുക്ക് തോന്നും ഇത് ശരി തന്നെ ആയിരിക്കും, ഒരു പക്ഷെ അത് കളവായിരിക്കും. എന്ത് വാർത്ത ഷെയർ ചെയ്യുമ്പോഴും 3 വട്ടം ഒന്ന് ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അതാണ്. നിങ്ങളത് അന്വേഷിച്ചു കണ്ടെത്തണം എന്നാണ്. നിങ്ങളത് വ്യക്തമായി നിങ്ങൾ അന്വേഷിക്കണം എന്നാണ്. എന്നിട്ടല്ലാതെ നിങ്ങളത് സ്വീകരിക്കരുത് എന്നത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയായി ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന നാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് തമാശക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകൾ ചിരിപ്പിക്കുവാൻ, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാറുണ്ടോ എന്നുള്ളത്. വെറുതെ അങ്ങ് പറയും, അപ്പൊ ആളുകൾ ചിരിക്കുമല്ലോ. അതിനു വേണ്ടി നമ്മൾ പറയാറുണ്ടോ എന്തെങ്കിലും? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? വൈലുൻ, നാശമാണ്, നാശമാണ്. വൈലുൻ ലില്ലദി യുഹദ്ദിതു ബിൽ ഹദീസി ലിയുൽഹിക ബിഹിൽ ഖൗമ. ആളുകൾ ചിരിക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് പറയാം. ആളുകൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാ. ഫയക്സിബ് വൈലുല്ലഹു വൈലുല്ലഹു, അവന് നാശമാണ്, അവന് നാശമാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവര് സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി തമാശക്കോ ഇല്ലാത്തതൊക്കെ ചിലപ്പോ ആ താൽക്കാലികമായ ആളുകൾ ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാ. അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒന്ന്, ഇന്നലെ ഇന്നയാൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പോയി, ഇന്ന സ്ഥലത്ത് പോയപ്പോ അങ്ങനെ സംഭവിച്ചു, അയാൾ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. ആളുകൾ ചിരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ മാറ്റി പറഞ്ഞേ മതിയാവൂ. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇത്തരം തിന്മകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു മാപ്പാക്കി പടച്ച റബ്ബ് എല്ലാം ഈ നാവുമായി ബന്ധപ്പെട്ട പാപങ്ങൾ നമ്മിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്തറിയോ? കളവിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ഒരു ചരിത്രം പറയാം. കളവ് എന്ന് പറഞ്ഞ നമ്മളൊക്കെ നിസാരമായിട്ട് കാണുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഗൗരവത്തോടു കൂടി കണ്ടിരുന്നു എന്നാണ്. ഇതാരാണ് ഹദീസ് പറയുന്നത് അറിയോ? അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടിയായിരിക്കെ അവിടുത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വിളിക്കുകയാണ്, മോനെ വരൂ, ചെറിയ കുട്ടിയാണ്, മോനെ വരൂ, നിനക്ക് ഇന്ന ഒരു സാധനം തരാം, നിനക്ക് ഇന്നത് തരാം. എന്തു സാധനമാണെന്ന് പറഞ്ഞില്ല. നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പോൾ അങ്ങനെ വിളിക്കും, ഇങ്ങോട്ട് വന്നാൽ ഒരു സാധനം തരാം. ഇത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താണ് അവന് കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉമ്മയോട് ചോദിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? അവര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, പ്രവാചകരെ ഞാനൊരു ഒരു ഈത്തപ്പഴം കൊടുക്കാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യം എന്തെന്നറിയോ? അമാ ഇന്നകി ലൗ ലം തുഅതിഹി ഷൈഅൻ, ഒന്നും കൊടുക്കാൻ നിയത്താക്കാതെ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാനില്ലാതെ വെറുതെ അവനെ വിളിച്ചതാണെങ്കിൽ, വല്ലതും തരാം എന്ന് പറഞ്ഞ മകനെ വിളിച്ചതാണെങ്കിൽ കുതിബത്ത് അലൈകി കിദ്ബ, ഒരു കളവായി നിന്റെ മേലത് രേഖപ്പെടുത്തുമായിരുന്നു എന്നാ. ആലോചിച്ചോളൂ, ജീവിതത്തിലേക്ക് ആലോചിച്ചോളൂ. മക്കളുടെ വിഷയത്തിൽ, സ്വന്തം മക്കളുടെ വിഷയത്തിൽ, പേരക്കുട്ടികളുടെ വിഷയത്തിൽ നമ്മളൊക്കെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട്. താൽക്കാലികമായി കരച്ചിൽ മാറ്റാൻ, താൽക്കാലികമായ ഒരു വാശി മാറ്റാൻ, ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ഇന്നത് വാങ്ങിത്തരാം, വൈകുന്നേരം വാപ്പ വരുമ്പോൾ ഇന്നത് കൊണ്ടുവരാം, ഉമ്മ വരുമ്പോൾ ഇന്നത് കൊണ്ടുവരാം. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ മക്കൾക്ക് കൊടുക്കാറുണ്ട് താൽക്കാലികമായ കരച്ചിൽ മാറ്റാനോ ഇതിനൊക്കെ വേണ്ടി. ഒരു പക്ഷെ കുട്ടി കരച്ചിൽ മാറ്റണം എന്തെന്നറിയോ? വൈകുന്നേരം വാപ്പ ഓഫീസിൽ നിന്ന് വരുമ്പോ ഇന്നത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉടുപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനുവേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ കുട്ടിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിച്ച് നോക്കുക. എത്ര കളവുകളായിരിക്കാം ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക.
കുട്ടികളോട് പോലും അവർക്ക് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരോടുള്ള മോഹന വാഗ്ദാനങ്ങളിൽ പോലും കളവുകൾ ഉണ്ടാവരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ. സമ്പത്തിന്റെ, കച്ചവടത്തിന്റെ വിഷയത്തിൽ, അതല്ലാത്ത മറ്റു ദുനിയാവിലെ ഇടപാടുകളുടെ വിഷയത്തിൽ ഗുരുതരമായ കളവുകൾ പറയുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിൽ നമ്മൾ എന്താ പറയാ, എവിടെ എത്തിയത്, നമ്മൾ ചിലപ്പോ 5 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ് നമ്മൾ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ, ഞാനത് ഇറങ്ങി കഴിഞ്ഞു എന്നാ പറയാ, ഞാൻ വാഹനത്തിൽ കയറി എന്നാ പറയാ, കുളി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ഒരു കുട്ടിയോട് പോലും ഒന്ന് വാ എന്ന് അവനെ വിളിച്ച് അവന്റെ വാശി മാറ്റാൻ, കരച്ചില് മാറ്റാൻ ഇന്നത് തരാം എന്ന് പറഞ്ഞത് കൊടുത്തില്ലെങ്കിൽ പോലും ഒരു കളവ് രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക്, സ്വന്തത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ എല്ലാ സംസാരങ്ങളും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന. ഞാൻ ഒരാളെ കളിയാക്കുന്നു അല്ലെങ്കിൽ അയാളിൽ ഇല്ലാത്തത് പറയുന്നു, അത് അയാൾ അറിയുന്നേ ഇല്ല. അയാളോട് ഞാൻ കളവ് പറഞ്ഞതാണ്, ആ സാധു അത് വിശ്വസിച്ചു പോയി. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു സന്തോഷമാണ്, ഞാൻ പറഞ്ഞത് അവൻ വിശ്വസിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് ആ മനുഷ്യൻ കേൾക്കുന്നില്ലെങ്കിൽ, അയാൾ അറിയുന്നില്ലെങ്കിൽ, അയാളെ കുത്തുവാക്കുകളെ കൊണ്ട് നമ്മൾ ആക്ഷേപിച്ച വാചകങ്ങൾ ആ മനുഷ്യൻ അറിയില്ലെങ്കിലും ഇത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ചിന്ത വിശ്വാസിയുടെ ഹൃദയത്തിൽ വേണമെന്ന. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ സംസാരിച്ചില്ലേ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അറിയാതെ ഒരു കൗലും, ഒരു വാക്കും പറയാൻ പറ്റൂല. എഴുതി വെക്കുന്ന നമ്മുടെ എല്ലാ വാചകങ്ങളും കളവ് കടന്നു വന്നോ അത് കൃത്യമായി പരലോകത്ത് നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടുമെന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാണ്. നമ്മൾ ആലോചിക്കണം എന്തോ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, എന്തൊക്കെയാ പറയാ, എന്തൊക്കെയാ ചെയ്യുക, ഇനിയിപ്പോ ഞാൻ ഇത്രയും കാലം പറഞ്ഞതെന്താ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, നന്മ പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയണം. മാത്രമല്ല, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടത് എന്തെന്നറിയോ, അയകൂനുൽ മുഅ്മിനു ജബാനൻ. പ്രവാചകരെ, മുഅ്മിൻ ഭീരുവാകുമോ, മുഅ്മിൻ പേടിയുള്ളവനാകുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പേടിയുള്ളവനായേക്കാം. രണ്ടാമത്തെ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അയകൂനുൽ മുഅ്മിനു ബഖീലൻ, വിശ്വാസി പിശുക്കനാകുമോ പ്രവാചകരെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശുക്കനും ആയേക്കാം. മൂന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ, അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ, ഒരു വിശ്വാസി കളവ് പറയുന്നവനാകുമോ പ്രവാചകരെ? അതിന് കൊടുത്ത മറുപടി എന്തറിയോ, ഒരിക്കലുമില്ല. ഈ പിശുക്കെന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ പേടി എന്ന് പറഞ്ഞാലൊക്കെ മാനുഷികമായിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഈമാനിൽ ചോർച്ച സംഭവിക്കുന്നില്ല. പക്ഷേ വിശ്വാസിയായിരിക്കെ ഒരാൾക്ക് കളവ് പറയാൻ കഴിയില്ലെന്ന്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക്, നമ്മുടെ കച്ചവടത്തിലേക്ക്, നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങളിൽ മക്കളോടുള്ള, ഭാര്യയോടുള്ള, ഉമ്മമാരോടുള്ള, നമ്മുടെ സമൂഹത്തിലെ മറ്റു കൂട്ടുകാരോടുള്ള ഇടപാടുകളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഇനി എൻ്റെ ജീവിതത്തിൽ കളവുണ്ടാകില്ല എന്ന് തീർച്ചപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ബർസഖി ലോകത്തെ കാഴ്ച ആർക്കുള്ളതാണെന്നറിയോ? ജീവിതത്തിൽ കളവുകൾ പറഞ്ഞു നടന്ന ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാ കണ്ടത്. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞു പോയ കളവുകളെല്ലാം പുറത്തുമാപ്പാക്കി കളവില്ലാത്ത എല്ലാ നിലക്കും സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്ന മുത്തക്കികളായി മാറാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.